ഈ കണ്ടകാരം എന്നുള്ളത് സാധാരണമായ ഒന്നല്ല. നാഗലോകത്തെ രത്നങ്ങളാൽ നിർമ്മിതമായ ഒന്നാണ്. ഈ മാലയ്ക്കും ജീവശ്വാസം എന്നൊന്നുണ്ട്. അതിൻ്റെതായ ഓർമ്മകളുമുണ്ട്, മനുഷ്യരെ പോലെ. ആണോ? ഈ മാല എവിടെയൊക്കെ പോയിട്ടുണ്ടോ, എന്തിനൊക്കെ സാക്ഷിയായിട്ടുണ്ടോ, ഏതൊക്കെ ശക്തി ആർജിച്ചിട്ടുണ്ടോ, അതെല്ലാം ഇതിന്റെ സ്മൃതികളിൽ വ്യക്തമായിരിക്കും. ഇത് ശരിക്കും ആശ്ചര്യമായിട്ടുള്ള കാര്യമാണ് മഹാമായി. ആ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അമൂല്യമായ മാലയാണെന്ന്. ഇതിനെ കൺമണിയെ പോലെ കാണണം. ഇതിന് സ്വയം ഒരു ശക്തി ഇല്ലെങ്കിലും ഇത് മഹാശക്തിയെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അളിയ, അല്ല, പാല് എനിക്കുള്ളതാ. അത് കുടിക്കരുത്. എന്താ അളിയ? അത് ത്രിവിക്രമന് വേണ്ടി എടുത്തു വെച്ച പാലാ. അല്ല അളിയ, ത്രിവിക്രമൻ അങ്ങനെ പാല് കുടിക്കാറുള്ളതല്ലോ. അത് അളിയൻ അറിയില്ലേ? ഇതിപ്പോ ഞാൻ കുടിക്കാം. നീ കുടിക്കൊന്നും വേണ്ട, അതിങ്ങോട്ട് വെച്ചേ. ശരി അളിയ. ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല അളിയ. എന്നാ നീ എന്റെ കാര്യം നോക്കി ചെല്ലേ. ശരി. പാലിന്റെ കളർ അത്ര പന്തിയല്ലോ. മോനെ ത്രിവിക്രം, കമീസൺ. എന്താ ഡാഡി? അതൊന്നുമില്ല മോനെ, ഈ പാലെടുത്ത് കുടിച്ചിട്ട് പോ. ഞാനങ്ങനെ പാല് കുടിക്കാറില്ലല്ലോ. എന്താ സ്പെഷ്യൽ ഡാഡി? കുടിച്ചു നോക്ക്, നിനക്ക് തന്നെ മനസ്സിലാവും. ശരി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എന്തോ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ള പോലെ. എന്തായാലും കുഴപ്പമില്ല. യു ക്യാരി ഓൺ. ഓക്കെ. ആദ്യത്തെ ചൂർണ്ണ സേവ എന്തായാലും കഴിഞ്ഞു. ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട്. ഈ കണ്ടകാരത്തിൽ നിന്നും ഞാൻ നിർമ്മിച്ചെടുത്ത ഈ ചൂർണം ത്രിവിക്രമൻ സേവിച്ചാൽ അവന് നാഗലോകത്തിന്റെ ശക്തി ലഭിച്ചിരിക്കും. നാഗലോകത്തിന്റെ ഓർമ്മകൾ ലഭിക്കാൻ ഈ ചൂർണം അവന് സഹായമായിരിക്കും. നാഗകന്യക അവന്റെ ആണെന്നുള്ള ഓർമ്മകൾ തിരികെ ലഭിക്കും. അവൻ അവളോട് മനസ്സാൽ അടുക്കുകയും ചെയ്യും. നാഗമാണിക്യം എന്റെ പേരക്കുട്ടിയിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ നാഗകന്യക എന്റെ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അതിലൂടെ എന്റെ പരമ്പര വിശ്വത്തെ തന്നെ വെല്ലാനുള്ള ശക്തി പ്രാപിച്ചിരിക്കും. നാഗിനിയും നാഗമാണിക്യവും അവന്റെ കൂടെ തന്നെ ഉണ്ടാവുമ്പോൾ അവനെ നേരിടാൻ മറ്റാരെ കൊണ്ടും തന്നെ ആവില്ല. പക്ഷേ മഹാമായേ, അതുകൊണ്ട് തന്നെയല്ല സാധ്യമാവുന്നാണോ പറയുന്നത്? അതിലൊരു സംശയവും വേണ്ട. ഈ മഹാമായിയുടെ മാന്ത്രികത്തിൽ ഒരു വിധത്തിലുള്ള സംശയവും വേണ്ട ഗരുഡ. എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് തന്നെ നടന്നേ തീരും. അതാണ് എന്റെ അന്തിമ തീരുമാനം. ഇത്രയും കാലത്തെ എന്റെ തപസ്സിന്റെ ശക്തി ഒരിക്കലും പിഴക്കില്ല. ഒരിക്കലും പിഴയ്ക്കാൻ സാധ്യതയുമില്ല. പക്ഷേ
നാഗരാണിക്കെങ്ങാനും തൃശൂലിനോട് എന്തെങ്കിലും അടുപ്പം തോന്നിപ്പോയാൽ? ഒരൊറ്റ തവണ നാഗറാണിക്ക് ത്രിവിക്രമനിലൂടെ നാഗലോ ഓർമ്മകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊന്നും മാറ്റാൻ പിന്നെ മറ്റാരെ കൊണ്ട് സാധ്യമല്ല. അവന്റെ ഓരോരോ അംഗചലനങ്ങളിൽ പോലും നാഗലോകത്തിന്റെ സൂചനകൾ വന്നു തുടങ്ങും. ഒരൊറ്റ തവണ അവളും അത് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്നൊരു മാറ്റം സാധ്യമേ അല്ല. അവര് രണ്ടുപേരും ഒന്നാകുമോ മഹാമായ? ഒന്ന് ചേർന്നേ പറ്റൂ. അതാണ് ഈ മഹാമായയുടെ അന്തിമ തീരുമാനം. ഞാനത് തീരുമാനിച്ചതിൽ പിന്നെ നാഗറാണിയും ത്രിവിക്രമനും ഒന്ന് ചേർന്നേ പറ്റൂ. നാളെ എങ്ങാനും നാഗറാണിക്ക് നാഗമാണിക്യം കട്ടുകൊണ്ടുവന്നിരിക്കുന്നത് ദിഗ്വിജയനാണെന്നുള്ള സത്യം മനസ്സിലായി കഴിഞ്ഞാൽ അവനെ അവൾ നശിപ്പിച്ചെന്ന് വരാം. അവന്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ചേക്കാം. പക്ഷേ തന്റെ പ്രാണനാഥൻ ത്രിവിക്രമനെ കൊല്ലാൻ അവൾക്ക് സാധിക്കുകയില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്തൊരു വയ്യായിക തോന്നുന്നു. എന്താ ഇങ്ങനത്തെ ഒരു സ്വപ്നം കാണുന്നത്? എന്താ അങ്ങനെ? ഇത് സത്യമാണോ സ്വപ്നമാണോ? ഇനി നേരത്തെ ശിവാനിയെ കണ്ടതുകൊണ്ടുള്ള എന്റെ തോന്നലായിരിക്കും. ശിവാനി എന്തായിരിക്കും എന്റെ സ്വപ്നത്തിൽ വരുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും മനസ്സിന് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്.
നീ ഞാൻ പോയിട്ട് വരാം. ശിവാനി എങ്ങോട്ടാ പോകുന്നത്? ത്രിവിക്രമനെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. അവനെ പോയി കണ്ടിട്ട് കൂടുതൽ മനസ്സിലാക്കണം അവനെ. പോയിട്ട് വരാം. ഹായ്, ഹലോ, നമസ്കാരം മാഡം. എന്തൊക്കെയുണ്ട്? തൃശ്ശൂർ, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പ്ലീസ്. മാഡം, ഞാനും ഒരു അർജന്റ് കാര്യത്തിലുള്ള ഒറ്റൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തരാൻ എനിക്കിപ്പോ സമയമില്ല. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. മാഡം, ഒരു 2 മിനിറ്റ് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്ക്. ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞില്ലേ നിന്നോട്? മനസ്സിലാവുന്നില്ലേ? ഏയ് മാഡം, ഹലോ. ഓ ഹലോ, എന്താ ഇതൊക്കെ? ഒരു കാര്യം പറയാൻ വന്നപ്പോ ഇങ്ങനെ ഓടിപ്പോകുന്നത് എന്താ? അതെന്താ കാര്യമെന്ന് വെച്ചാ എന്നോട് പറഞ്ഞിട്ട് പോയിക്കോളൂ. അത് നിങ്ങളുടെ വീട്ടിൽ ആ ജോലിക്കാരിയില്ലേ, അത് അന്ന് മരിച്ചു പോയത്. അവൾ എന്റെ സ്വപ്നത്തിൽ വന്നായിരുന്നു. അതെ മാഡം, ഞാൻ അവളെ സ്വപ്നത്തിൽ കണ്ടു. അവള് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെന്തുണ്ടായി? അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശിവാനി മേഡത്തിനെ സ്വപ്നത്തിൽ കണ്ടുന്നേ. പിന്നെ വേറെ ഒന്നും ഉണ്ടായില്ല മാഡം. വേറെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അപ്പൊ തന്നെ വന്ന് നിങ്ങളോട് പറയാം. ആദ്യം തൊട്ടേ നീ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനും കേട്ടോണ്ടിരിക്കല്ലേ. നിനക്ക് എന്തെങ്കിലും മാനവും മര്യാദയോ ഉണ്ടോ തൃശൂർ? എന്തൊക്കെയോ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ ആരൊക്കെയോ വന്നു, ഇപ്പൊ പറയുന്നു ശിവാനിയെ സ്വപ്നം കണ്ടെന്ന്. അല്ല, ആദ്യം തൊട്ടേ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളൊക്കെ എന്താ വിഡ്ഢികളാണെന്നാണോ വിചാരം? എന്നും നീ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണോ? നിന്റെ തലയിൽ എന്താ സ്വപ്നം മാർക്കറ്റ് ചെയ്യുകയാണോ? നോക്ക് തൃശൂൽ, ഇങ്ങനെയുള്ള കെട്ടുകഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിക്കാമെന്ന് നീ വിചാരിക്കണ്ട. ദയവേത് ഇവിടുന്ന് ഒന്ന് പോവാൻ നോക്ക്. മാഡം, ഞാൻ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്ക്. ഒരു നിമിഷം പോയിട്ട് ഒരു സെക്കൻഡ് പോലെ നിന്റെ കാര്യങ്ങൾ കേൾക്കണ്ട. പ്ലീസ് ഒന്ന് പോവാൻ നോക്ക്. ഹലോ ഹലോ, കൂൾ കൂൾ കൂൾ. ബി.പി ഷുഗർക്ക് ഒരുമിച്ച് അങ്ങ് കൂടാണല്ലോ. വേണ്ട, നിങ്ങളിങ്ങനെ റേസ് ആയിട്ടിരുന്നോ, ഞാൻ പൊക്കോളാം. ഓക്കെ അല്ലേ? ശരിയെന്നാ. ഗരുഡാ, ഗരുഡാ, നീ ഇപ്പൊ തന്നെ പോയി ത്രിവിക്രമനെ ശിവാനിയെ ഒന്നിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യ്. ഞാൻ നൽകിയ ചൂർണത്തിന്റെ ഫലം അവനെ എങ്ങനെ മാറ്റിയിരിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അവരിരുവരും ഹൃദയം കൊണ്ട് അടുക്കുക തന്നെ വേണം. അതുകൊണ്ട് എന്റെ ജോലി ഇനി എളുപ്പമാവുകയും ചെയ്യും. ത്രിവിക്രമന് ശിവാനിയും തീവ്ര പ്രണയത്തിലായിരിക്കുമെങ്കിലും ഒരുപക്ഷെ തൃശൂല് കാരണം ശിവാനിയുടെ മനസ്സ് ചഞ്ചലപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ മഹാമായെ, ഞാനെല്ലാം നോക്കിയിട്ട് വരാം. ഹായ് ത്രിവിക്രം. ഹായ് ശിവാനി. സോറി, ഞാൻ ലേറ്റ് ആയോ? ഇല്ല, ലേറ്റ് ഒന്നും ആയില്ല. കറക്റ്റ് സമയത്ത് എത്തിയ. ഞാൻ കുറച്ച് നേരത്തെ വന്നേ ഉള്ളൂ. വാ, ഇങ്ങോട്ടിരിക്കും. പിന്നെ ശിവാനി, ആർ യു കംഫർട്ടബിൾ? ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. Yeah, I'm comfortable. ആർ യു ഷുവർ? Anyway, thanks.
അയ്യോ കുഴപ്പമില്ല, അത് പൊയ്ക്കോട്ടെ. അതവിടെ പാറി കളിച്ചോട്ടെ. ഒരു പാവം പക്ഷിയല്ലേ, അതിനെ കൊണ്ട് നമുക്ക് ശല്യൊന്നും ഉണ്ടാവില്ല. ഇല്ല ശിവാനി, അത് എനിക്ക് പെയിന്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. താനെനിക്ക് അളിയ, ഒന്ന് രണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അളിയിൽ നിന്ന് നോക്കിയിട്ട് ഇഷ്ടമായത് പറഞ്ഞാൽ മതി. നോക്കി, ഇത് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ റിലേറ്റീവാ. ഒരു 200 ഏക്കർ ആസ്തി ഉണ്ടാവും. ഓക്കെ ആണോ? ചേച്ചി, ഈ കുട്ടിയാണെന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ ബാലേട്ടനില്ലേ, അദ്ദേഹത്തിന്റെ അനന്തരവളാ. അളിയ, ഇത് ഇവർക്കൊരു 500 ഏക്കർ ആസ്തി ഉണ്ടാവും. ഇത് മതിയാവില്ലേ? അളിയ, ദേ ഇത് നോക്കി, ഇവര് 3 മക്കളാ. ഒരു 1000 ഏക്കറിന്റെ ആസ്തിയുണ്ട്. കല്യാണം കഴിഞ്ഞ ഒരു 300 വെച്ച് ഭാഗിക്കുമായിരിക്കും. ഇത് അല്ല, ഇനിയും ഫോട്ടോകള്. ദമയന്തി, എനിക്ക് ഇവരെ ആരെയും മനസ്സിന് പിടിച്ചില്ല. അതല്ല, ഇങ്ങനെ ഫോട്ടോ കണ്ടതുകൊണ്ട് മാത്രമായില്ലല്ലോ, നേരിട്ട് കണ്ടാലല്ലേ അറിയൂ. പോകാനും വരാനും ഒന്നും സമയമില്ല ദമയന്തി. ഒറ്റത്തവണ കാണുമ്പോ തന്നെ ഫൈനലൈസ് ചെയ്യണം. എമർജൻസി ആണ്, അർജൻസി ആണെന്ന് പറഞ്ഞ് കണ്ണി കണ്ട പെമ്പിള്ളേരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? അല്ല അളിയ, ആവറേജ് ഉള്ളൊരു കുട്ടി കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടേ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് വരുമായിരിക്കും അല്ലേ? നിന്നെ പോലെ അല്ലേ? ആ, ഏറെക്കുറെ. ചുമ്മാ ഇരുന്ന് നാക്കിട്ടടിക്കാൻ. എന്റെ മോന് നല്ല കുടുംബത്തിൽ പിറന്ന സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ തന്നെ കിട്ടും. അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവട്ടെ അളിയ. മുതലാളി, കൊച്ചു മുതലാളിക്ക് പെണ്ണിനെ നോക്കാനായിട്ട് ഇത്രയധികം ഫോട്ടോ നോക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് നല്ലൊരു ബ്രോക്കറെ അറിയാം, അയാൾ ഇവിടേക്ക് വിളിച്ചിട്ട് വരട്ടെ. ആരെ വിളിച്ചാലും വേണ്ടില്ല, നമുക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടണം. നീ കൂട്ടിക്കൊണ്ടോ? ആയിക്കോട്ടെ മുതലാളി, ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. എന്തു പറ്റി? എന്താ ചിത്രം വരച്ചോണ്ടിരുന്നത് നിർത്തിയത്? അത് ഒന്നുമില്ല. തന്റെ കണ്ണുകള് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു ശിവാനി. ആണോ? അതെന്താ? ഞാനിവിടെ എന്റെ പാട്ടിന് വെറുതെ ഇരിക്കല്ലേ. താനവിടെ വെറുതെ ഇരിക്കുക, പക്ഷേ തന്റെ കണ്ണുകൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. വേഗം വരയ്ക്ക്. Yeah, sure. ശിവാനി,
എൻ്റെ പെയിന്റിങ് കംപ്ലീറ്റ് ആയി. താൻ വാ നോക്ക്. ഇതെന്താ ഇത്? എന്നെ രാജകുമാരി പോലെ വരച്ചു വെച്ചേക്കുന്നത്? അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ ബ്രഷ് കയ്യിലെടുത്തപ്പോൾ ഈ രൂപം എനിക്ക് വരയ്ക്കാൻ തോന്നിയത്. എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളില് താനൊരു രാജകുമാരിയെ പോലെ ആയതുകൊണ്ടാണ്.